സാന്ത്വനം 2-ലെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. ആദ്യം കാണിക്കുന്നത് അനുവും ജീവനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. അതിൽ അനു പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജീവനെ കാണാൻ വന്നത്. അപ്പോൾ ജീവൻ ചോദിക്കും, അനുവിന് എന്താണ് പറയാനുള്ളത് വെച്ചെങ്കിൽ പറയൂ, ഒരു കൂട്ടുകാരനെ പോലെ കണ്ടിട്ട് എന്നോട് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ അനു പറഞ്ഞു, എനിക്ക് മുൻപ് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ഞാൻ വളരെ സിൻസിയറായിരുന്നു ആ റിലേഷൻഷിപ്പിൽ. പക്ഷേ പോകെ പോകെ ആ ആൾ ഭയങ്കര ടോക്സിക് ആണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ആ റിലേഷൻ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ജീവൻ ചോദിക്കും, ഇത് കഴിഞ്ഞ കാര്യമല്ലേ, ഇതിപ്പോൾ കുഴപ്പമുള്ളതൊന്നുമല്ല, എനിക്കും ഇതുപോലൊരു ബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനും അവിടെ തന്നെ ചെറുതായിട്ടൊന്ന് തേച്ചു. അപ്പോൾ ആ ഒരു തേപ്പ് കിട്ടിയിട്ടാണ് ഞാനും നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വിട്ടോളൂ, നമ്മളിനി വിവാഹം കഴിക്കാൻ പോവുകയാണ്, നമുക്കിനി പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാം, അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറയും. അപ്പോൾ അവർ സന്തോഷത്തോടു കൂടി പിരിയണം. അപ്പോൾ അനുവിനെ കാത്ത് അവിടെ മീനുവും മിത്രയും നിൽക്കുന്നുണ്ട്. അപ്പോൾ അനു സന്തോഷത്തോടു കൂടി മീനുവിൻ്റെ മിത്രയുടെ അടുത്ത് വന്നിട്ട് പറയും, ജീവൻ നല്ല ആളാണ്, എനിക്ക് എൻ്റെ അച്ഛൻ കണ്ടുപിടിച്ചെന്ന ആൾ ഏറ്റവും നല്ലത് തന്നെയാണെന്ന്. അങ്ങനെ അതവിടെ കഴിഞ്ഞു. പിന്നെ അലോകിനെയാണ് കാണിക്കുന്നത്. അനുവിൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് പല കുതന്ത്രങ്ങളും അലോകും കൂട്ടുകാരും കൂടി പണിയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആനന്ദിനെയും ദേവിയാണ്. അപ്പോൾ ദേവി ആനന്ദിനോട് പറയുകയാണ്, വിവാഹമാണ്, ബാലച്ചൻ അനുവിന് 75 പവൻ സ്വർണവും 10 ലക്ഷം രൂപ FDയും ഒരു കാറും കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എത്രയ്ക്കൊക്കെ പൈസ ബാലച്ചൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം ബാലച്ചൻ പലിശയ്ക്ക് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആകും. അപ്പോൾ ബാലച്ചൻ്റെ കയ്യിൽ എത്ര പൈസ കുറവുണ്ട് എന്ന് നോക്കി നിങ്ങൾ സഹോദരങ്ങളെല്ലാം കൂടി ബാലച്ചനെ സഹായിക്കണം എന്നാണ് ദേവി പറയുന്നത്. ദേവി വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് പറയുന്നതെങ്കിലും ആനന്ദിൻ്റെ ചെവിയിൽ അതൊന്നും കയറുന്നില്ല. പിന്നെ കല്യാണക്കത്തും കൊണ്ട് ഒരു ആൾ വരികയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി കല്യാണക്കത്ത് തുറന്നു നോക്കി. ശേഷം ആദ്യത്തെ കല്യാണക്കത്ത് പൂജാമുറിയിൽ കൊണ്ടുവച്ചു. അതിനുശേഷം ആരൊക്കെ വിവാഹത്തിന് ക്ഷണിക്കണമെന്ന് അവരെല്ലാവരും കൂടി തീരുമാനിക്കുകയാണ്. പിന്നീട് വിവാഹ ക്ഷണക്കത്തുമായിട്ട് ഗോമതിയുടെ അമ്മയെ കാണാൻ പോവുകയാണ്. അപ്പോൾ മതിലിൻ്റെ അവിടെ ഗോമതി ആദ്യം പതുങ്ങി നിൽക്കും, മറ്റാരും കാണാതെ ഈ വിവാഹ ക്ഷണക്കത്ത് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ വന്നപ്പോൾ ഗോമതി അമ്മയോട് വിശേഷങ്ങളൊക്കെ പറയും. അനുമോളുടെ വിവാഹം ഉറപ്പിച്ചു, ബാങ്കിൽ ജോലിയുള്ള പയ്യനാണ്, നല്ല കുടുംബമാണ്, അങ്ങനെ എല്ലാ വിശേഷങ്ങളും പറയുമ്പോൾ ഗോമതിയുടെ അമ്മയ്ക്കും വളരെയധികം സന്തോഷമാകും. അനു അലോകിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ എന്നാണ് ഗോമതിയുടെ അമ്മ പറയുക. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും സീരിയൽ റിവ്യൂകൾക്കും വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.